നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ അതിശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. കൂട്ടാറിൽ വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. കനത്ത കൃഷിനാശവും സംഭവിച്ചു. അടിമാലി മെഴുകുംചാലിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ദേശീയപാത 85 അടിമാലി ലക്ഷംവീട് നഗറിന് സമീപം കഴിഞ്ഞ ഒക്ടോബർ 25-നുണ്ടായ മണ്ണിടിച്ചിലകപ്പെട്ട ദുരിതബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വിതരണം ആരംഭിച്ചു. അതേസമയം പുനരധിവാസം ആവശ്യപ്പെട്ട് ലക്ഷംവീട് നിവാസികൾ നടത്തിവരുന്ന സമരം അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തുടരുന്നു. കയ്യേറ്റ ഭൂമിയിലേക്ക് ബഹുജന മാർച്ച് നടത്തി CPIM. വാഗമൺ ഏലപ്പാറ വില്ലേജിലെ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതിനെതിരെയാണ് CPIM ആഭിമുഖ്യത്തിൽ കയ്യേറ്റ ഭൂമിയിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത്. കഞ്ഞിക്കുഴിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. പുലർച്ചെ 3 മണിയോടെ ഉണ്ടായ ആക്രമണത്തിൽ പ്രദേശവാസിയുടെ വീട് ഭാഗികമായി തകർന്നു. തുടർച്ചയായുള്ള കാട്ടാന ആക്രമണം കൂടുന്നത് ജനങ്ങളിൽ ആശങ്ക പരത്തുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ അതിശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലും ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന രീതിയിലാണ് കാറ്റ് വീശിയടിച്ചത്. കരുണാപുരം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ 2 മണിക്കൂറോളമാണ് ഭീതിജനകമായ അന്തരീക്ഷത്തിൽ കാറ്റ് വീശിയത്. കൂട്ടാറിൽ വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. കനത്ത കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂട്ടാർ മേഖലയിലാണ് ഏറ്റവും വലിയ നാശനഷ്ടമുണ്ടായത്. 3 വീടുകൾക്ക് മുകളിലേക്കാണ് മരങ്ങൾ കടപുഴകി വീണത്. വീട്ടുകാർ ഓടി മാറിയതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായതും. വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടുകൾക്ക് മാത്രമല്ല, മേഖലയിലെ കൃഷിമേഖലയ്ക്കും കനത്ത പ്രഹരമാണ് കാറ്റേൽപ്പിച്ചിരിക്കുന്നത്. കരുണാപുരം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കർഷകരുടെ ഏലം, വാഴ, കുരുമുളക് തുടങ്ങിയ കൃഷിവിളകൾ വൻതോതിൽ നശിച്ചു. വിളവെടുപ്പിന് പാകമായ കൃഷികളാണ് മണിക്കൂറുകൾ നീണ്ട കാറ്റിൽ നശിച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. നമ്മുടെ കൂട്ടാർ ശാന്തിപുരം ഭാഗത്ത് ഇങ്ങനെ കാറ്റാണ്. ഒരു 2 മണിക്കൂറുകളായി ഈ അതിശക്തമായ കാറ്റ് വീടിന് മുകളിലേക്കൊക്കെ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത പ്രദേശങ്ങളിലൊക്കെ മരങ്ങൾ ഒടിഞ്ഞും കൃഷി നശിച്ചും ഒക്കെ വളരെ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ എത്രയും പെട്ടെന്ന് എത്തണം, അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ് ഈ അവസരം. ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ശക്തമായ കാറ്റ് തുടരുകയാണ്. റവന്യൂ അധികൃതരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരുന്നു. വരും മണിക്കൂറുകളിലും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന അധികൃതർ കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അടിമാലി മേഖലയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മെഴുകുംചാലിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ശക്തമായ കാറ്റ് വീശിയതിനെ തുടർന്ന് മെഴുകുംചാൽ വെട്ടിക്കൽ ജോയിയുടെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. അടിമാലി മേഖലയിൽ ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു. മെഴുകുംചാൽ വെട്ടിക്കൽ ജോയിയുടെ വീടിന്റെ മേൽക്കൂരയാണ് ശക്തമായ കാറ്റിൽ നിലം പതിച്ചത്. കാറ്റ് വീശിയ സമയത്ത് ജോയി വീട്ടിലുണ്ടായിരുന്നു. മുൻപ് വീണ് ജോയിയുടെ കാലിന് ഒടിവ് സംഭവിച്ചിരുന്നതിനാൽ ജോലിക്ക് പോകാറില്ല. വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്താണ് മേൽക്കൂര കാറ്റ് വീശി നിലം പതിച്ചത്. അങ്ങനെയുള്ള സ്ഥലത്താണ് പൊട്ടൽ പറ്റിയത്. വാക്കരയിലാണ് ഞാൻ നടക്കുന്നത്. ചെറിയ കാറ്റ് ഊതുന്നുണ്ട്. ഷീറ്റ് പൊക്കണ കണ്ടുകൊണ്ട് ഞാൻ പതുക്കെ അവിടെ നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഷീറ്റ് പൊക്കി എൻ്റെ ദേഹത്ത് ഒന്നും ചാടിയൊന്നുമില്ല. പക്ഷേ അപ്പോഴത്തേനും ഞാൻ ഒന്ന് വീണിട്ട് പുറത്ത് ചാടി ഞാൻ ഇറങ്ങിയാൻ. അപ്പോഴത്തേനും ഷീറ്റ് ഇവിടെ കൊണ്ടുപോയിട്ടായിരുന്നു കട്ട. ഇത് വീട് പൂർണ്ണമായിട്ട് വാസയോഗ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി. വീടിന്റെ മേൽക്കൂര താമസിക്കുവാൻ പറ്റാത്ത വിധം പൂർണ്ണമായും നിലം പതിച്ചു. രാവിലെ മുതലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും അടിമാലി ദേശീയപാതയിലടക്കം മരം വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. ശക്തമായ കാറ്റിലും മഴയിലും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നതാണ് പ്രാദേശിക ജില്ലാ ഭരണകൂടങ്ങളുടെ അറിയിപ്പ്. സിറ്റി വിഷൻ, അടിമാലി. പഴയ മൂന്നാറിലെ CSI പള്ളിക്ക് സമീപത്തെ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാത 3 ദിവസം കൂടി അടച്ചിടും. പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്ത് സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വെള്ളിയാഴ്ച റോഡ് ഗതാഗതത്തിനായി തുറക്കാനാകുമെന്ന് ദേവികുളം സബ് കളക്ടർ VM ആര്യ പറഞ്ഞു. മൂന്നാർ CSI പള്ളിക്ക് സമീപം ദേശീയപാത വഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 ദിവസം കൂടി തുടരും. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഹസാർഡ് അനലിസ്റ്റ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധ സംഘം പ്രദേശത്ത് പരിശോധന നടത്തി. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് റോഡ് 3 ദിവസം കൂടി അടച്ചിടാൻ തീരുമാനിച്ചത്. ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യപ്രകാരം 72 മണിക്കൂറിനുള്ളിൽ
പ്രദേശത്തെ മണ്ണും പാറക്കല്ലും നീക്കം ചെയ്യുന്നതിനൊപ്പം അപകട സാധ്യത കുറയ്ക്കുവാനുള്ള പ്രവർത്തനങ്ങളും പൂർത്തിയാക്കും. മൂന്നാർ CSI പള്ളിയുടെ അടുത്തുള്ള വിള്ളൽ നമ്മളുടെ ഹസാർഡ് അനലിസ്റ്റ് അടക്കമുള്ള വിദഗ്ധ സംഘം പരിശോധിക്കുകയുണ്ടായി. അപ്പോൾ അത് നമ്മുടെ ആൾക്കാരുടെ സുരക്ഷയെ കരുതി നമുക്ക് 3 ദിവസം കൂടെ ഇത്തരത്തിൽ ആ റോഡ് അടയ്ക്കുകയും അതോടൊപ്പം ഗതാഗത നിയന്ത്രണം നടത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. നമുക്ക് അവിടുത്തെ ഡബ്രീസ് ക്ലിയർ ചെയ്യാനും അതോടൊപ്പം ഒരു ചെറിയ രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ ചെയ്യാനും 3 ദിവസമാണ് 72 മണിക്കൂറാണ് NHI ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവരുടെ ആവശ്യപ്രകാരം 3 ദിവസത്തേക്ക് റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നതാണ്. അവർ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച രാവിലെയോടുകൂടി റോഡ് തുറക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അധികൃതരുടെ അനാസ്ഥയാണ് പ്രദേശത്ത് ഇത്രയും വലിയ വിള്ളൽ രൂപപ്പെടാൻ കാരണമെന്നതാണ് CSI പള്ളി ഭാരവാഹികൾ ആരോപിച്ചു. நம்ம இந்த NH ரோடு வேலை பார்க்கும்போது JCP வச்சு மண் எடுத்துருக்குறாங்க. இந்த மண் எடுத்து 1 மாதம் ஆயிடுச்சு. 1 மாதம் வேலை ஒன்றும் செய்யாமல் அப்படியே போட்டாங்க. வெள்ளிக்கிழமை லைட்டாக ஒரு கிராக் மாதிரி விழுந்துச்சு. சனிக்கிழமை அளவோட ஜாஸ்தியாச்சு. ஞாயிற்றுக்கிழமை அளவோட ஜாஸ்தியாச்சு. இன்றைக்கி ரொம்ப டேஞ்சரான சுச்சுவேஷனில் இருக்குது. இந்த சர்ச்சு வந்து கிட்டத்தட்ட 100 வருஷமாக இருக்குது. இந்த வீடு கட்டி 10, 30, 40 வருஷம் இருக்கும். இது வரைக்கும் ஒரு பிரச்சனை இல்லாமல் இருந்துச்சு. NH ரோட்டுக்கு மண் எடுத்துல ப்ராப்ளம். மண் எடுத்ததுக்கு உடனே ரிவீட் பண்ணி கட்டியிருந்தாங்கன்னா இந்த ப்ராப்ளமே வந்திருக்காது. கிட்டத்தட்ட 1 மாதம் வேலை நடக்காமல் அப்படியே போட்டாங்க. எவ்வளோ சீக்கிரம் இதை சரி பண்ண முடியுமா அவ்வளோ பண்ணி இதில் കളക്ടറോ இல்லை யார் ഇടപെടുறாங்களோ அவங்க ഇടപെട്ട് சீக்கிரமாக ഇത് பண்ணி തരണമെന്ന് കേട്ടുக்கிறோം. പഴയ മൂന്നാർ മലഞ്ചെരുവിൽ ഭൂമിയിലുണ്ടായ വിള്ളൽ ജനങ്ങളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ മലഞ്ചെരുവിൽ 100 മീറ്ററിലധികം ദൂരത്തിലാണ് ഭൂമി 2ആയി പിളർന്നത്. നിലവിൽ വിള്ളലിലൂടെ നീരൊഴുക്കും തുടരുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. ദേശീയപാത 85-ൽ അടിമാലി ലക്ഷം വീട് നഗറിന് സമീപം കഴിഞ്ഞ ഒക്ടോബർ 25-നുണ്ടായ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട ദുരിതബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വിതരണം ആരംഭിച്ചു. കഴിഞ്ഞ മാർച്ച് 5-ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ദുരിതബാധിതർക്ക് കൈമാറുന്നതിനായി അനുവദിച്ച 98,50,500 രൂപയാണ് ജില്ലാ കളക്ടർ ദേവികുളം തഹസിൽദാർക്ക് കൈമാറിയത്. അതേസമയം പുനരധിവാസം ആവശ്യപ്പെട്ട് ലക്ഷം വീട് നിവാസികൾ നടത്തിവരുന്ന സമരം അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തുടരുകയാണ്. മണ്ണിടിച്ചിലിൽ വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട 9 കുടുംബങ്ങൾക്ക് നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ 90 ലക്ഷവും ദുരിതത്തിൽ ഉൾപ്പെട്ട 27 കുടുംബങ്ങൾക്ക് പാത്രങ്ങളും വസ്ത്രങ്ങളും വാങ്ങുന്നതിന് 2,70,000 രൂപയും വാടക വീടുകളിൽ കഴിയുന്ന 17 കുടുംബങ്ങളുടെ 3 മാസത്തെ വാടക കുടിശ്ശിക 5,80,500 രൂപയുമാണ് ദേവികുളം തഹസിൽദാർ വഴി ദുരിതബാധിതർക്ക് കൈമാറുക. വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട 9 കുടുംബങ്ങളിൽ 2 കുടുംബക്കാർ ധനസഹായം വേണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന 7 കുടുംബങ്ങളിൽ 5 പേർ മാത്രമാണ് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനായി ഇവരുടെ ലക്ഷം വീട് നഗറിലുണ്ടായിരുന്ന ഭൂമി സർക്കാരിന് വിട്ടുകൊടുത്തുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ട് നൽകിയത്. 2 പേർ സമ്മതപത്രം നൽകിയിട്ടില്ല. വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് ഇൻഷുറൻസ് തുക ലഭ്യമാക്കുകയാണെങ്കിൽ പ്രസ്തുത തുക ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തിരിച്ചടയ്ക്കണം. 10 ലക്ഷത്തിൽ കൂടുതൽ ലഭിച്ചാൽ ബാക്കി തുക കുടുംബങ്ങൾക്ക് ലഭ്യമാക്കും. 10 ലക്ഷത്തിൽ താഴെയാണ് ഇൻഷുറൻസ് തുകയെങ്കിൽ NHAI കരാറിൽ നിന്നും തുക ഈടാക്കുമെന്ന നിബന്ധനയാണ് സർക്കാർ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 27 കുടുംബങ്ങൾക്കുള്ള 10,000 രൂപയുടെ ധനസഹായവും ബാങ്ക് അക്കൗണ്ട് വഴി നൽകി തുടങ്ങി. ഇതിനിടെ പുനരധിവാസം ആവശ്യപ്പെട്ട് 17 കുടുംബങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിവരുന്ന സമരം തുടരുകയാണ്. പുനരധിവാസത്തിന് നടപടി സ്വീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് സമരക്കാർ. സിറ്റി വിഷൻ, അടിമാലി. കയ്യേറ്റ ഭൂമിയിലേക്ക് ബഹുജന മാർച്ച് നടത്തി CPIM. വാഗമൺ ഏലപ്പാറ വില്ലേജിലെ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതിനെതിരെയാണ് CPIM ആഭിമുഖ്യത്തിൽ കയ്യേറ്റ ഭൂമിയിലേക്ക് ബഹുജന മാർച്ച് നടത്തി. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വാഗമൺ വില്ലേജിൽ 610 ഏക്കർ ഭൂമിയാണ് ഭൂമാഫിയ കയ്യേറി കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത്. വരാട്ടുമേട് ഉൾപ്പെടെ ഭൂമി കയ്യേറി നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ റവന്യൂ അധികാരികൾ പൊളിച്ചു നീക്കി ഭൂമി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് CPIM നേതൃത്വത്തിൽ കയ്യേറ്റ ഭൂമിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഭൂമാഫിയ കയ്യേറിയ സ്ഥലത്ത് പാർട്ടി പ്രവർത്തകർ കൊടിനാട്ടി പ്രതിഷേധിച്ചു. ഭൂമി ഏറ്റെടുത്തില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ CPIM വാളണ്ടിയർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിർമ്മിതികളെല്ലാം പൊളിച്ചു നീക്കുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത CV വർഗീസ് പറഞ്ഞു. വിനോദസഞ്ചാര വികസനത്തിനേറെ പ്രാധാന്യമുള്ള ഭൂമിയിൽ കയ്യേറ്റം നടത്തിയിട്ടുള്ളവർ ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരാണ്. കയ്യേറ്റക്കാരെ സഹായിക്കുന്ന ഒരു വിഭാഗം റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പീരുമേട് താലൂക്കിൽ പ്രവർത്തിക്കുന്നതായും ആരോപണമുണ്ട്. പട്ടയമുള്ള 1-2 ഏക്കർ ഭൂമി വാങ്ങി ഇത്തരം ഭൂമിക്ക് സമീപമുള്ള സർക്കാർ ഭൂമി കയ്യേറി ചില ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് വ്യാജരേഖകൾ സമ്പാദിച്ച
ഭൂമി കൈവശപ്പെടുത്തുന്ന രീതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അനധികൃത കയ്യേറ്റത്തിൽ ഇത് വ്യക്തമായി കാണാൻ സാധിക്കും. CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KT ബിനു, MJ വാവച്ചൻ, ഏരിയ സെക്രട്ടറി MD സജി, DYFI ജില്ലാ പ്രസിഡന്റ് B അനൂപ, PKS ജില്ലാ പ്രസിഡന്റ് VP സുരേഷ്, ഏലപ്പാറ ലോക്കൽ സെക്രട്ടറി C സിൽവർസ്റ്റർ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, വാഗമൺ. കഞ്ഞിക്കുഴിയിൽ വീണ്ടും കാട്ടാനാക്രമണം. പുലർച്ചെ 3 മണിയോടെ ഉണ്ടായ ആക്രമണത്തിൽ പ്രദേശവാസിയുടെ വീട് ഭാഗികമായി തകർന്നു. തുടർച്ചയായുള്ള കാട്ടാന ശല്യം പ്രദേശത്ത് ഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പന്നാരംകുന്നേൽ എൽസമ്മ, പുത്തൻപുരയ്ക്കൽ ടിജോ പി ജോയി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് വ്യാപക നാശമുണ്ടായത്. ടിജോ പി ജോയിയുടെ വീടും കാട്ടാന ആക്രമണത്തിൽ ഭാഗികമായി തകർന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. വീട്ടിലുണ്ടായിരുന്നുള്ളൂ. 3 മണിയായപ്പോൾ ഈ സംഭവം ഏതാണ്ട് ഓടിക്കുന്നതും പെറുക്കുന്നതും ഒക്കെ ഉണ്ട്. ഞാൻ പുറത്തിറങ്ങി ലൈറ്റ് തെളിച്ച് നോക്കി. അപ്പോൾ എന്തോ ഒരു സാധനം നിൽക്കുന്നവർക്ക് എനിക്ക് തോന്നിയെങ്കിലും ഞാൻ പേടിച്ചിട്ട് കയറി അകത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉറങ്ങിയില്ല. ഒരു ഗ്ലാസ് കടുങ്കാപ്പി ഇട്ട് കുടിച്ചു, നേരം വെളുപ്പിച്ചു, അങ്ങനെ പോന്നു. അന്നേരം ഷിജ വിളിക്കുന്നത് ഇങ്ങോട്ട് കയറി വരാം. പക്ഷേ എവിടം വരെ ഞാൻ വന്നിച്ച് പോയതാണ് രാവിലെ വെളുപ്പിന്. പക്ഷേ വെളുപ്പിനെ പോയിട്ട് ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. പല മൃഗങ്ങളും ഓർത്തുകൊണ്ട് അങ്ങനെ പോയി. ഈ സാധനത്തിനെ ഞാൻ കാണുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ സാധനം പന്നിയോ എല്ലൊക്കെ ആണെന്നാ ഓർത്ത് പോയത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മലയണ്ണാമല മാമച്ചൻകുന്ന് മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. സംഭവത്തിന് പിന്നാലെ കേരള കർഷക സംഘവും സാഫ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായി. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വനപാലകരോ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ സ്ഥലത്തെത്തിയില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. കഴിഞ്ഞ ദിവസങ്ങളിലും സമീപ പ്രദേശമായ ഇടത്തട്ട് മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി വീടുകൾ തകർക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർച്ചയായ ആക്രമണങ്ങൾ ജനങ്ങളിൽ കടുത്ത ആശങ്കയും ഭീതിയും സൃഷ്ടിച്ചിരിക്കുകയാണ്. സംഭവസ്ഥലം സന്ദർശിച്ച കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനും ആവശ്യമായ പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി ഒരുക്കുന്നതിനുമായി ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയതായി അറിയിച്ചു. മാമച്ചൻകുന്നിൽ ഇന്നലെ രാത്രിയിൽ ആന ഇറങ്ങുകയും കുറേ കൃഷികൾ നശിപ്പിക്കുകയും ഒരു വീടിന് ഭാഗികമായി കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ഇപ്പോൾ ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്. എല്ലാവരും ഭയന്നാണ് കഴിയുന്നത്. അടിയന്തരമായി ഫെൻസിങ് ഇടാനുള്ള നിർദ്ദേശം പഞ്ചായത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. കളക്ടറേറ്റിൽ കത്ത് കൊടുത്തിട്ടുണ്ട്. ഫോറസ്റ്റുകാരെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. ഉടനടി നടപടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സിറ്റി വിഷൻ, ഇടുക്കി. മനുഷ്യനും വനങ്ങളും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുന്നതിനുള്ള പദ്ധതികൾ വനം വകുപ്പ് ആവിഷ്കരിക്കണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വനമഹോത്സവം ജില്ലാതല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനവും വന്യമൃഗങ്ങളും ജലസ്രോതസ്സുകളും സംരക്ഷിക്കപ്പെടുന്നതിനോടൊപ്പം മനുഷ്യജീവിതവും സംരക്ഷിക്കപ്പെടണം. ഇവയെല്ലാം തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തി മുന്നോട്ട് പോകണം. വനത്തെ ശല്യപ്പെടുത്താതെ ആദിവാസി വിഭാഗങ്ങളെ ടൂറിസ്റ്റ് ഗൈഡാക്കി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ വനമേഖലകളിൽ സംഘടിത വിനോദസഞ്ചാരം നടത്താൻ വനംവകുപ്പ് പദ്ധതി തയ്യാറാക്കണം. പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ കൂട്ടായ പ്രവർത്തനം വേണമെന്ന തിരിച്ചറിവ് വേണം. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അടിസ്ഥാനമാണ് മരങ്ങൾ. വനസംരക്ഷണത്തിൽ ഇന്ത്യയിൽ മാതൃകാപരമായ സേവനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ വനവിസ്തൃതി വളരെ വലുതാണ്. കേരളത്തിന്റെ പച്ചപ്പും വനങ്ങളുമാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതെന്നും ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് പറഞ്ഞു. മരങ്ങളില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവനില്ല, ജീവിതം അല്ലെങ്കിൽ ഒരു സ്പീഷീസ് ഇല്ല. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ഇതിന്റെ അപേക്ഷിതമാണ് മരം എന്നുള്ളത്. മരം ഒരു മരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പല ആഘോഷങ്ങളും നടത്തുക. ഫോറസ്റ്റ് കൺസർവേഷൻ നമുക്കറിയാം. ഫോറസ്റ്റ് കൺസർവേഷന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായ സേവനം അനുഷ്ഠിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ വനവിസ്തൃതി എന്നത് മറ്റേത് സംസ്ഥാനമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ തോത് പെർസെൻറ്റേജ് വളരെ വലുതാണ്. ഹൈ പെർസെൻറ്റേജ് ആണ് കേരളത്തിന്റെ. ഈ കേരളത്തിന്റെ ഈ പച്ചപ്പും ഈ കേരളത്തിന്റെ ഈ ഫോറസ്റ്റ് കവറും ഒക്കെയാണ് ലോകമെമ്പാടുമുള്ള വ്യക്തികളെ നമ്മുടെ ഈ സംസ്ഥാനത്തേക്ക് ആകർഷിക്കുന്ന രീതിയിലാണ്. മുഖ്യമന്ത്രിയുടെ പച്ചത്തുരുത്ത് പുരസ്കാരം ഏറ്റുവാങ്ങിയ ന്യൂമാൻ കോളേജിലെ ഫോറസ്ട്രി ക്ലബിന്റെ പ്രവർത്തനങ്ങളെ ചീഫ് വിപ്പ് അഭിനന്ദിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് PK വിപിൻദാസ, കൗൺസിലർ ഷാഹുൽ ഹമീദ, ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ജെന്നി K അലക്സ്, NSS കോർഡിനേറ്റർ സിസ്റ്റർ ബിൻസി CJ, ഫോറസ്ട്രി ക്ലബ്ബ് കോർഡിനേറ്റർ ഡോക്ടർ JB സിറിയക്, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PA ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, തൊടുപുഴ.
ഉടുമ്പൻചോല മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു MLAക്ക് UDF കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ വിപുലമായ സ്വീകരണം നൽകി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നതിന്റെ ഭാഗമായാണ് MLA പര്യടനം നടത്തുന്നത്. ഇടുക്കിയുടെ പതിറ്റാണ്ടുകളായുള്ള ഭൂപ്രശ്നങ്ങൾക്ക് 5 മാസത്തിനകം പരിഹാരമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി സ്വീകരണ യോഗങ്ങളിൽ MLA വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഉടുമ്പൻചോല മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാനെത്തിയ അഡ്വക്കേറ്റ് സേനാപതി വേണു MLAക്ക് ആവേശോജ്വലമായ വരവേൽപ്പാണ് മണ്ഡലത്തിൽ ലഭിക്കുന്നത്. UDF നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ വിവിധമായ സ്വീകരണ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. രാജാക്കാട്, ശാന്തൻപാറ, സേനാപതി, രാജകുമാരി തുടങ്ങിയ പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ MLA എത്തിയപ്പോൾ നിരവധി പ്രവർത്തകരാണ് സ്വീകരണം നൽകാൻ എത്തിയത്. കോൺസ്റ്റന്റ് അസോസിയേഷന് വേണ്ടി, സ്റ്റീഫൻ കേരള കോൺഗ്രസിന് വേണ്ടി, ജോയി നയിക്കാൻ കൊണ്ട കർഷക കോൺഗ്രസിന് വേണ്ടി, ഷെല്ലി ടീച്ചർ സഹകാരിയാണ്, ബിജു കുന്നത്തോട്ട്, ബിനോയ് വണ്ടിയെങ്കിൽ, മാർക്കക്കൊട്ടി, കിത്ത്, യൂത്ത് കോൺഗ്രസിന് വേണ്ടി. കർഷകരും തോട്ടം തൊഴിലാളികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും വ്യാപാരികളും തുടങ്ങി നാനാ തുറകളിൽ നിന്നായി നിരവധി ആളുകളാണ് ജനപ്രതിനിധിയെ സ്വീകരിക്കുവാനെത്തിയത്. ഇടുക്കി ജില്ലയിലെ ഭൂവിഷയങ്ങളെക്കുറിച്ച് ഇത്രയധികം ധാരണയുള്ള മറ്റൊരു നേതാവില്ല. ഇടുക്കിയിലെ കർഷകരുടെയും സാധാരണക്കാരുടെയും ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും അടിയന്തരമായി പരിഹരിക്കും. ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ ഒരു 5 മാസത്തെ സമയം തരണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ ഹൈറേഞ്ചിലെ ജനങ്ങളുടെ ആശങ്കകൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകുമെന്നും MLA പറഞ്ഞു. പ്രശ്നം എനിക്കറിയാം, ഞാനത് പരിഹരിക്കും. അതിന് ഒരു 4-5 മാസക്കാലത്ത് സമയം എനിക്ക് നൽകണമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളെ കുറിച്ച് ഇത്രമാത്രം ആഴത്തിൽ പഠിച്ചിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹം ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് പരിഹാരമുണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന ഉറപ്പോടെയാണ് MLAയുടെ പര്യടനം മുന്നോട്ടു പോകുന്നത്. വരും ദിവസങ്ങളിലും മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകളിൽ സ്വീകരണ പരിപാടികൾ തുടരും. സിറ്റി വിഷൻ, രാജകുമാരി. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. ആ
എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. കാടുമൂടി ഭൂമിയംകുളം സ്റ്റേഡിയം, കളിക്കാനിടമില്ലാതെ കുട്ടികൾ. ടർഫ് പദ്ധതി കടലാസിൽ മാത്രം. സ്റ്റേഡിയത്തിന് ഭീഷണിയായ കാടുപടലങ്ങൾ വെട്ടിമാറ്റി കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമൊരുക്കാൻ പഞ്ചായത്ത് തയ്യാറാവണമെന്ന് ആവശ്യം. വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാംകുളം സ്റ്റേഡിയം കാട് കയറി നശിക്കുന്നതിനിടെ കളിക്കാൻ പോലും ഇടമില്ലാതെ കുട്ടികളും യുവാക്കളും ദുരിതത്തിലാണ്. ഒരു കാലത്ത് പ്രദേശത്തെ കായിക പ്രേമികളുടെ പ്രധാന ആശ്രയമായിരുന്ന സ്റ്റേഡിയത്തിന്റെ വലിയൊരു ഭാഗം ഇന്ന് കാടുമൂടി ഉപയോഗശൂന്യമായി മാറിയിരിക്കുകയാണ്. ഗ്രൗണ്ടിന്റെ വിസ്തീർണം ഗണ്യമായി കുറഞ്ഞതോടെ സീനിയർ താരങ്ങൾ പരിശീലനത്തിനെത്തുമ്പോൾ സ്ഥലപരിമിതി മൂലം കൊച്ചുകുട്ടികൾക്ക് കളിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പലപ്പോഴും കുട്ടികൾ ഈ സമയങ്ങളിൽ ഗ്രൗണ്ടിന് പുറത്തേക്ക് മാറി നിൽക്കേണ്ടി വരുന്നതായും നാട്ടുകാർ പറയുന്നു. പ്രശ്നം ഈ കാടുകൊണ്ട് കളിക്കാൻ പറ്റുന്നില്ല. ഇവിടെ മാത്രമേ കുറച്ച് കളിക്കാൻ പറ്റുന്നുള്ളൂ. വന്നുകയാണെങ്കിൽ കളി നടക്കുന്നില്ല. തരുവാണെങ്കിൽ അത്ര നല്ലത്. കാടൊന്ന് തെളിച്ചു തരുവാണെങ്കിൽ അത്ര ഉപകാരം. മുൻപ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് ഇവിടെ ആധുനിക ടർഫ് കോർട്ട് നിർമ്മിക്കുന്നതിന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റ ശേഷവും വിഷയത്തിൽ ഡിവിഷൻ മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വേണ്ട ശ്രദ്ധ കാട്ടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഭൂമിയാംകുളം ടൂറിസം കേന്ദ്രം കൂടിയായിട്ടും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രദേശം അവഗണിക്കപ്പെടുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കാടുമൂടിയ ഭാഗങ്ങളിൽ ഇഴജന്തുക്കളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ കുട്ടികളുടെ സുരക്ഷയും ആശങ്കയിലാണ്. കളിക്കിടെ കാട്ടിലേക്ക് തെറിച്ചു പോകുമ്പോൾ അത് എടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് വലിയ അപകട സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ലഹരി ഉപയോഗം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും യുവാക്കളെ കായിക രംഗത്തേക്ക് ആകർഷിക്കണമെന്ന എക്സൈസ്, പോലീസ് വകുപ്പുകൾ ഉൾപ്പെടെ സ്കൂളുകളിൽ പ്രചാരണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വാഴത്തോപ്പിലെ കുട്ടികൾക്ക് കളിക്കാൻ പോലും സൗകര്യമില്ലാത്തത്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കായിക പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് സർക്കാർ തന്നെ പറയുമ്പോൾ കളിസ്ഥലം സംരക്ഷിക്കുന്നതിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനാസ്ഥ ചോദ്യം ചെയ്യപ്പെടുകയാണ്. എല്ലാ പ്രായക്കാരായ കായിക താരങ്ങൾക്കും ഒരേ സമയം പരിശീലനവും മത്സരങ്ങളും നടത്താൻ കഴിയുന്ന വിധത്തിൽ സ്റ്റേഡിയം വികസിപ്പിക്കണമെന്നും കാടുവെട്ടി ഗ്രൗണ്ടിന്റെ പഴയ വിസ്തീർണം പുനഃസ്ഥാപിക്കണമെന്നും ടർഫ് പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കണമെന്നും നാട്ടുകാരും കായിക താരങ്ങളും ആവശ്യപ്പെടുന്നു. ഇവിടെ ഒന്ന് നമ്മൾ ക്ലീൻ ആക്കിയതായിരുന്നു. പിന്നെ അത് മഴ വന്നപ്പോൾ പിന്നെ വലിയ കാടൊക്കെ പാമ്പുണ്ട്. പാമ്പിന് പന്തൊന്നും എടുക്കാനൊക്കെ പോകും. താഴത്തോട്ട് പോകണം. പന്തൊക്കെ പോയിട്ട് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, റോയ് കെ പൗലോസ് MLA എന്നിവർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും കായിക താരങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. സിറ്റി വിഷൻ, ഇടുക്കി. തൊടുപുഴയിൽ നിന്ന് ബൈസൺവാലി വഴി തേനിക്ക് പുതിയ KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ഇന്നലെ ഉച്ചകഴിഞ്ഞ് ബൈസൺവാലിയിലെത്തിയ ബസ്സിന് നാട്ടുകാരുടെയും UDF മണ്ഡലം കമ്മിറ്റിയുടെയും വ്യാപാരികളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഉച്ചയ്ക്ക് 1-ന് തൊടുപുഴയിൽ നിന്ന് യാത്ര തിരിക്കുന്ന ബസ് 3:30 ബൈസൺവാലിയിലെത്തും. തുടർന്ന് കജനാപ്പാറ, പൂപ്പാറ വഴി ബോഡി നായ്ക്കന്നൂരിലേക്ക് പോകുന്ന ബസ് വൈകുന്നേരം 6:10 തേനിയിലെത്തുന്ന വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ബസ് രാത്രി 8-ന് തേനിയിൽ നിന്ന് പുറപ്പെട്ട് പൂപ്പാറ, മൂന്നാർ വഴി എറണാകുളത്തേക്ക് പോകും. ഇതുകൂടാതെ മറ്റൊരു KSRTC ബസ്സും ബൈസൺവാലി വഴി തേനിക്ക് സർവീസ് നടത്തുന്നുണ്ട്. സാധാരണക്കാരായ തമിഴ് തോട്ടം തൊഴിലാളികൾക്കും വിവിധ ആവശ്യങ്ങൾക്ക് തമിഴ്നാട്ടിലേക്ക് പോകുന്ന സാധാരണക്കാർക്കും ഈ സർവീസുകൾ ഏറെ ആശ്വാസകരമാണ്. ഈ ബസ് നമുക്ക് തൊടുപുഴ തേനിയാണ്. നമുക്ക് ഇവിടെ ഉള്ള ഈ നമ്മുടെ മേഖല എന്ന് വെച്ചാൽ പൊതുവായിട്ട് ഏലത്തോട്ടത്തിൽ പണിയുന്ന ആൾക്കാരാണ്. വലിയ പൈസ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അതുപോലെ മേഖലയാണ്, കാർഷിക മേഖലയാണ്. അപ്പം നമുക്ക് ഈ ബസ് തൊടുപുഴ ടു തേനി പോകുന്നത് ഇവിടെ ഉള്ള ജനങ്ങൾക്ക് വന്ന് വളരെയേറെ ഉപയോഗമാകും. ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് കൂടി ഈ തേനി തമിഴ്നാട് വണ്ടി ആയത് കാരണം കൊണ്ട് നമുക്ക് ഒത്തിരി ഇവിടെയുള്ള ജനങ്ങൾക്ക് പ്രയോജനപ്പെടും. ബൈസൺവാലി മുട്ടുകാട് വഴി പുതിയൊരു KSRTC സർവീസ് കൂടി ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്, F രാജ MLA എന്നിവർ മുൻകൈയെടുത്താണ് ബൈസൺവാലി വഴി പുതിയ തേനി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ ബൈസൺവാലിയിൽ നടന്ന KSRTC സർവീസിന് നൽകിയ സ്വീകരണ യോഗത്തിൽ F രാജ MLA, സജി പുതുക്കുഴി, TM രതീഷ്, സിജു ജേക്കബ്, സിജു ഏഴാനി, കുര്യാക്കോസ് ചേലമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ബൈസൺവാലി. തൂക്കുപാലം വിജയമാത സ്കൂളിലെ സ്പോർട്സ് ഡേക്ക് ട്രോഫികൾ നൽകാനെത്തിയ ആളെ കണ്ട് കുട്ടികളും ചടങ്ങിനെത്തിയ വിശിഷ്ട വ്യക്തികളും അമ്പരന്നു. അമ്പരപ്പ് പിന്നീട് കൗതുകമായി. സ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ച റോബോട്ടാണ് വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തത്. ആ കൗതുക കാഴ്ചയിലേക്ക്. ഇതായിരുന്നു ആ കാഴ്ച.
സ്കൂളിലെ അഡൽട്ട് തിങ്കറിംഗ് ലാബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച റോബോട്ടാണ് സ്പോർട്സ് ഡേയിലെ ട്രോഫി വിതരണ ചടങ്ങിനെത്തിയത്. വേദിയിൽ വിജയികളുടെ പേര് പ്രഖ്യാപിക്കുന്നതിനനുസരിച്ച റോബോട്ട് ട്രോഫിയുമായി മുന്നിലെത്തി അത് കൈമാറുന്ന കാഴ്ച ചടങ്ങിന്റെ പ്രധാന ആകർഷണമായി. സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ ബിയോൺ പി സാം, അഭിനവ് ബിനു, റിനാൾഡ് ജെ, വസുദേവ് അനീഷ്, ആദിത്യൻ കെ ഷിജു, റോയിസ് കെ ജോസഫ് എന്നീ മിടുക്കന്മാരാണ് റോബോട്ടിന്റെ സൃഷ്ടിക്ക് പിന്നിൽ. ചിപ്പുകൾ, ആർഡിനോ മോട്ടോറുകൾ, ഡ്രൈവറുകൾ, ബ്ലൂടൂത്ത് ചിപ്പ് തുടങ്ങിയവയാണ് നിർമ്മാണത്തിനായി പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം ട്രോഫി ഇപ്പോൾ ഒരു സ്റ്റേജിൽ നമുക്ക് ട്രോഫിയൊക്കെയാണെങ്കിലും ഡെലിവറി ചെയ്യാം. പിന്നെ മെഡിക്കൽ ഫീൽഡിലൊക്കെ വളരെയധികം ഉപയോഗം വരുന്നതാണ്. ഹോട്ടലിലൊക്കെ ആണെങ്കിലും ഫുഡൊക്കെ ടേബിളൊക്കെ നമുക്ക് കൊടുത്തു വിട്ടാൽ മതി, ഫോണിൽ നമുക്ക് കോഡ് ചെയ്താൽ മതി, നമുക്ക് ഇന്ന ടേബിളിൽ എത്തിച്ചു കൊടുക്കും. ഡെലിവറി ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ഇപ്പം കൊറോണ സമയത്ത് നമുക്ക് അധികം നമുക്ക് ഉപയോഗം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ ചിന്തയും സാങ്കേതിക വിദ്യയോടുമുള്ള താല്പര്യവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോബോട്ട് നിർമ്മിച്ചതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റിൻസ SABS പറഞ്ഞു. AI യൂസ് ചെയ്ത് അവർ വെയിറ്റുകൾ കുറച്ചും കൂടെ ആഡ് ചെയ്തു. സ്പീഡ് കുറവായിരുന്നു ആദ്യ സമയങ്ങളിൽ, പക്ഷേ സ്പീഡ് കൂട്ടി ഇവർ നന്നായിട്ട് അത് ഇന്നോവേറ്റീവായിട്ട് ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ ചെയ്ത് ആ ഫംഗ്ഷനിൽ തന്നെ ഒരു ഡിലേയും വരാതെ ട്രോഫികൾ കൊണ്ടുവരാനായിട്ട് ഈ AI റോബോട്ടിക്സ് മൂലം കുട്ടികൾക്ക് സാധിച്ചു. റോബോട്ടിന്റെ പ്രൊം മോഡലാണ് നിലവിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ഓട്ടോമാറ്റിക് വേർഷൻ നിർമ്മിക്കുവാനുള്ള പണിപ്പുരയിലാണ് കുട്ടികൾ. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഉപ്പുതറ ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KP പീറ്റർ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ 2 വർഷങ്ങൾ കൊണ്ട് 12 വീടുകൾ നിർമ്മിച്ചതുൾപ്പെടെയുള്ള വിവിധ ജീവകാരുണ്യ സേവന സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പ്രവർത്തിക്കുന്നതാണ് ഉപ്പുതറ ലയൺസ് ക്ലബ്ബ്. 2026-27 വർഷത്തെ ഉപ്പുതറ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റായി ലാൽ എബ്രഹാം, സെക്രട്ടറിയായി ജോയി സേവിയർ, ട്രഷററായി രജികുമാർ PG എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ക്ലബിന്റെ കഴിഞ്ഞ ലയണിസ്റ്റിക് വർഷത്തിലെ പ്രവർത്തന റിപ്പോർട്ട് മുൻ റീജിയണൽ ചെയർമാൻ റെജി ജോസഫ് പ്രകാശനം ചെയ്തു. ഡിസ്ട്രിക്ട് സെക്രട്ടറിമാരായ ജോസഫ് മുതുവന, ജിജു ജോർജ, റീജിയണൽ സെക്രട്ടറി ജോയിസ് ജോർജ, ക്യാബിനറ്റ് അംഗങ്ങളായ ഷാജി ജേക്കബ്, സിബിച്ചൻ ജേക്കബ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. യോഗത്തിൽ സജിൻ സ്കറിയ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാരോഹണ പരിപാടികൾക്ക് ക്ലബ് അംഗങ്ങളായ സോജു ജോസഫ്, പ്രവീൺ K മോഹൻ, സോജൻ ജോസഫ്, രാജേഷ് K വിൻസെന്റ്, റോജി മാത്യു, ലിജു തയ്യിൽ, ജോസി സെബാസ്റ്റ്യൻ, ലേഡീസ് ഫോറം ഭാരവാഹികളായ ജിജി തോമസ്, ജിൻഡു രാജേഷ്, ലാലിലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഉപ്പുതറ. ഒരു ഗ്രാമത്തിന്റെ മേൽവിലാസം സംരക്ഷിക്കാൻ നാട്ടുകാർ ഒന്നടങ്കം രംഗത്തിറങ്ങിയപ്പോൾ അസാധ്യമായി തോന്നിയ ദൗത്യം യാഥാർത്ഥ്യമായി. പണവും ശാരീരികാധ്വാനവും സ്വരൂപിച്ച പുതിയ കെട്ടിടം നിർമ്മിച്ച ഇടുക്കി നെടുങ്കണ്ടം പുഷ്പകണ്ടം നിവാസികൾക്ക് ഒടുവിൽ തങ്ങളുടെ പോസ്റ്റ് ഓഫീസ് തിരിച്ചു കിട്ടി. തങ്ങളുടെ മേൽവിലാസം നഷ്ടമാകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് തീരുമാനിച്ച നാട്ടുകാരുടെ നിശ്ചയദാർഢ്യത്തിന്റെ കഥയാണ് 685552 എന്ന പിൻകോഡിന് പറയുവാനുള്ളത്. 4.5 പതിറ്റാണ്ടായി പുഷ്പകണ്ടത്ത് പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസ് കെട്ടിടം മോശമാണെന്നും ഇടപാടുകൾ കുറവാണെന്നും ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ഡിസംബർ 13-നാണ് അധികൃതർ അപ്രതീക്ഷിതമായി കേരള തമിഴ്നാട് അതിർത്തിയിലെ ആനക്കല്ലിലേക്ക് മാറ്റിയത്. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം അവഗണിച്ചായിരുന്നു നടപടി. ആനക്കല്ലിന് സമീപം കോമ്പയാറ്റിലും മുണ്ടിയെരുമയിലും ഇതിനകം തന്നെ പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ പുഷ്പകണ്ടം, അണക്കരമെട്ട്, രത്തനക്കുഴി, പള്ളിമെട്ട്, ശൂലപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായി. തങ്ങളുടെ മേൽവിലാസം നഷ്ടമാകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്ന നാട്ടുകാർ വാർഡംഗം ജോമോൻ പുഷ്പകണ്ഠത്തിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് പുനരുദ്ധാരണ സമിതി രൂപീകരിച്ചു. പോസ്റ്റ് ഓഫീസ് തിരിച്ചു നൽകണമെങ്കിൽ പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നതായിരുന്നു തപാൽ വകുപ്പിന്റെ നിബന്ധന. തുടർന്ന് നാടൊന്നായി കൈകോർത്തു. നാട്ടുകാരിൽ നിന്ന് 1.5 ലക്ഷത്തോളം രൂപ സമാഹരിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളികളാവുകയും ചെയ്തു. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന് പകരം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പുതിയ ഓഫീസ് കെട്ടിടം ഉയർന്നു. അങ്ങനെ ആനക്കല്ലിലേക്ക് മാറ്റിയ പോസ്റ്റ് ഓഫീസ് വീണ്ടും പുഷ്പകണ്ഠത്തേക്ക് തിരിച്ചെത്തി. ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ആളുകളുടെ എല്ലാം പൊതുവായിട്ടുള്ള ആവശ്യം ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കണം, പുഷ്പകണ്ഠം PO നമുക്ക് നിലനിർത്തണം എന്നുള്ളൊരു പൊതുവായിട്ടൊരു ആവശ്യത്തിൽ നിന്നുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ കെട്ടിടം പുനർനിർമ്മിക്കാൻ സാധിച്ചു. ആ കെട്ടിടം പുനർനിർമ്മിച്ച് ഏകദേശം 2 ലക്ഷത്തോളം രൂപ മുടക്കായിട്ടുണ്ട്. അത് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ ഒരു സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ കെട്ടിടം ഇവിടെ പുതുക്കി പണിയുവാനും ഈ സ്ഥാപനം വീണ്ടും ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതിനും നമുക്ക് സാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത്. തങ്ങളുടെ മേൽവിലാസം തിരിച്ചുപിടിച്ചതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും. ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും നല്ല പ്രയോജനകരമായിട്ടുള്ളൊരു
പോസ്റ്റ് ഓഫീസാണ്. ഇത് ഇവിടുന്ന് പോയാൽ അതിയായ പ്രയാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു ജനകീയ കമ്മിറ്റി കൂടിയാണ് ഇത് വീണ്ടും തിരികെ കൊണ്ടുവന്നത്. ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന എല്ലാവിധ സേവനങ്ങളും ഇപ്പോൾ പുഷ്പകണ്ഠം പോസ്റ്റ് ഓഫീസിൽ നിന്നും നൽകുന്നുണ്ടെന്ന് ജീവനക്കാരിയായ അമല പറയുന്നു. ഇവിടുന്ന് നമ്മൾക്ക് പൈസ അക്കൗണ്ട് എടുത്തു കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പൈസ നമുക്ക് APS, IPPV അങ്ങനെയുള്ള ഫോൺ സേവനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ RPLI പോലെ പിന്നെ IPPVയുടെ തന്നെ ഇൻഷുറൻസ്, അപകട ഇൻഷുറൻസ്, പിന്നെ അസുഖങ്ങൾക്കൊക്കെ ഓരോ ഇൻഷുറൻസുകൾ, അതെല്ലാം നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ ലഭ്യമായ സേവനങ്ങളാണ്. ഒരു പോസ്റ്റ് ഓഫീസ് മാത്രമല്ല, ഒരു നാടിന്റെ അഭിമാനവും മേൽവിലാസവും തന്നെയാണ് പുഷ്പകണ്ഠ നിവാസികൾ ഐക്യത്തിന്റെ കരുത്തിൽ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,315 രൂപ, പവന് 1,06,520 രൂപ, വെള്ളി ഗ്രാമിന് 250 രൂപ. പ്രധാന വാർത്തകൾ നോക്കാം ഒരിക്കൽ കൂടി. ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ അതിശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. കൂട്ടാറിൽ വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. കനത്ത കൃഷിനാശവും സംഭവിച്ചു. അടിമാലി മെഴുകുംചാലിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ദേശീയപാത 85 അടിമാലി ലക്ഷംവീട് നഗറിന് സമീപം കഴിഞ്ഞ ഒക്ടോബർ 25-നുണ്ടായ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട ദുരിതബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വിതരണം ആരംഭിച്ചു. അതേസമയം പുനരധിവാസം ആവശ്യപ്പെട്ട് ലക്ഷംവീട് നിവാസികൾ നടത്തിവരുന്ന സമരം അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തുടരുന്നു. കയ്യേറ്റ ഭൂമിയിലേക്ക് ബഹുജന മാർച്ച് നടത്തി CPIM. വാഗമൺ ഏലപ്പാറ വില്ലേജിലെ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതിനെതിരെയാണ് CPIM ആഭിമുഖ്യത്തിൽ കയ്യേറ്റ ഭൂമിയിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത്. കഞ്ഞിക്കുഴിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. പുലർച്ചെ 3 മണിയോടെ ഉണ്ടായ ആക്രമണത്തിൽ പ്രദേശവാസിയുടെ വീട് ഭാഗികമായി തകർന്നു. തുടർച്ചയായുള്ള കാട്ടാന ആക്രമണം കൂടുന്നത് ജനങ്ങളിൽ ആശങ്ക പരത്തുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.